ചുരയ്ക്ക എന്ന് പറയുന്ന ഈ വെജിറ്റബിൾ ബോട്ടിൽ ഗാർഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ഇപ്പോൾ ഇത് നമ്മൾ ഇതൊരു ബോട്ടിലിൻ്റെ ഷേപ്പ് തന്നെയാണ് കേട്ടോ, ഉരുണ്ടിട്ടുള്ള ഒരു തരം ചുരക്കയാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ നീളത്തിലുള്ള ചുരക്കയും അവൈലബിൾ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് തായ്ലൻഡിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ ഉരുണ്ട ടൈപ്പിലുള്ള ചുരക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഉണക്ക ചെമ്മീനും ചുരക്കയും മാങ്ങയും ചേർത്തിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോകാം. ഇത് ചുരക്ക എന്ന് പറയുന്നത് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രഡീഷണലി നമ്മൾ പറയുന്ന പോലെ തന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഹൈഡ്രേഷനും ഒക്കെ ഉണ്ടാവാനും, അതുപോലെ തന്നെ നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ചുരക്ക എന്ന് പറയുന്ന ഈ വെജിറ്റബിൾ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്നൊരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ 3 ചുരക്കയാണ് എടുത്തിട്ടുള്ളത്. 3 ചുരക്ക നമ്മൾ തൊലി കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ തൊലി കളഞ്ഞ് ഇങ്ങനെയാണ് കിട്ടിയത്. ഞാൻ അതൊന്ന് മുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ചെറിയ ചെറിയ സീഡ്സ് ഉണ്ട് ഇതിനകത്ത്. അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല, അതും കൂടെ നമുക്ക് ചേർത്തിട്ട് കറി വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മുറി തേങ്ങ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുറി തേങ്ങ, അതിന് 2-3 പച്ചമുളകും അരച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മാങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മാങ്ങ നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ നമ്മളിടുന്നത്. പിന്നെ നമ്മൾ ഒരു മുറി തേങ്ങ ചെരുകിയെടുത്ത് അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതെല്ലാം ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ വേവിക്കാൻ വയ്ക്കുകയാണ്. ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി തൽക്കാലത്തേക്ക്. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഒഴിക്കാം. ഞാനൊരു 50 ഗ്രാം വരുന്ന 50 ഗ്രാമിൻ്റെ താഴെ വരുന്ന ഉണക്ക ചെമ്മീൻ വറുത്ത് ഇന്നിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി പൊടിക്കുന്നു വേണ്ട, ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഗാർഡ് കഷ്ണം അതും എല്ലാം ഒന്ന് വെന്തി തുടങ്ങിയപ്പോൾ ഞാനതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങയും എല്ലാം ഒന്ന് തിളച്ച് എല്ലാം സെറ്റായി തേങ്ങ അരപ്പ് ചേർക്കുന്നത് കേട്ടോ. ഇത് അരപ്പും ചേർത്തിപ്പോൾ നമ്മുടെ കറി ഏകദേശം ആയി. അപ്പോൾ ഇന്നും കൂടെ ഒന്ന് ഉപ്പൊക്കെ നോക്കി നമുക്കിനി ഇറക്കി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിക്കാം, കുറച്ച് കടുക് പൊട്ടിക്കാം, 1-2 വറ്റൽ മുളക് നമുക്കതിൽ മുറിച്ച് ആഡ് ചെയ്യാം കേട്ടോ. നമുക്കതൊന്ന് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. ഇതാണ്. അപ്പോൾ ഇവിടെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. കറിവേപ്പില കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കറി വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കൊളസ്ട്രോൾ ഉള്ളവർക്കും അതുപോലെ തന്നെ നമുക്ക് ചൂടുകാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കറിയാണ് കേട്ടോ ചുരക്ക. ഓക്കെ, താങ്ക് യു.